അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടാവ്. അള്ളാഹുവാണ് കാലത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാലം എന്നുള്ളത് അള്ളാഹുവിനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 കാലമുണ്ട്: ഭാവി, ഭൂതം, വർത്തമാനം. ഈ 3 കാലങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനതീതനാണ്. അതിനതീതമായിട്ടൊരു അവസ്ഥയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾ കാലത്തിനകത്താണ് ജീവിക്കുന്നത്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അള്ളാഹുവിന് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതെല്ലാം ഒരേ രൂപത്തിൽ അറിയുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നില്ല. അതനുസരിച്ചുകൊണ്ടാണ് മനുഷ്യന് പ്രവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് പറഞ്ഞു: അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറും മിനന്നാസ്. ആകാശത്തിലും ഭൂമിയിലുള്ള സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജന്തുക്കളും എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വകസീറും മിനന്നാസ്, മനുഷ്യരിൽപ്പെട്ട കുറെ പേരും. മനുഷ്യനെ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. അതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൂചനയാണ്. മറ്റുള്ള സൃഷ്ടികളെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതേ സന്ദർഭത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടതുകൊണ്ട് മനുഷ്യനിലെ കുറച്ച് ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ കേട്ട് ജീവിക്കുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി അതുപയോഗിച്ച് അവന് അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാകാം. പക്ഷേ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എന്താണ് തെരഞ്ഞെടുക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുൻകൂട്ടി അറിയാമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചറാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം കാലമില്ലാത്ത വിവരം എങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചാലും മനസ്സിലാക്കാനും പോകുന്നില്ല.